ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടാ, ഷോർട്സ് ഇടുന്നുണ്ട്, പക്ഷേ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടാ. കുറേ തിരക്കും സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ തിരക്കിലൊക്കെ പെട്ടുപോയി. പിന്നെ അതിൻ്റെ ഇടയിൽ വെയ്യാണ്ടായി. അങ്ങനെ ഇപ്പോൾ ഒക്കെ ഒന്ന് ഓക്കെ ആയി വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്ലോഡ് ചെയ്യുക ഇപ്പോഴാണ് കേട്ടോ പറ്റിയത്. നെറ്റിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ്. ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നെറ്റ് നമുക്കിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നെറ്റിൻ്റെ പ്രശ്നം ഒക്കെ ആയിട്ടാണ് കേട്ടോ. റേഞ്ചും അങ്ങനെയൊക്കെ കാര്യമായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒന്നും ഒരുപാട് കാണിക്കുന്നില്ല. കാരണം ഇവിടെ കുക്കിംഗ് ഒക്കെ ഉമ്മയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും സാമ്പാറായിട്ടോ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ കൂടാറുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഉമ്മാൻ്റെ കൈയാണ്. ഉമ്മയാണ് എല്ലാം സെറ്റാക്കി വെക്കാറ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നാലല്ലേ കുറച്ച് റെസ്റ്റ് കിട്ടുക. അപ്പോൾ പിന്നെ നമ്മൾ അധികം അടുക്കളയിൽ കിടന്ന് തിരിയൊന്നുമില്ല. പക്ഷെ ഇന്ന് സാമ്പാർ ഉമ്മ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള കപ്പനെ നല്ലപോലെ അങ്ങോട്ട് ഉടച്ചിട്ട് താളിക്കും കൂടെ ചെയ്തു കേട്ടോ. ഉച്ചയ്ക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂട്ടിയിട്ടാണ് ഇന്ന് കപ്പ കഴിക്കുന്നത് കേട്ടോ. സാമ്പാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് എൻ്റെ അത്ത നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. 1.5 വർഷത്തിന് ശേഷം ലീവിന് വരികയാണ്. നമ്മളിവിടെ അത്ത എന്നാണ് കേട്ടോ വിളിക്കുക. ഓരോ ഭാഗത്തും ഓരോ പേരുകളാണ്. ഇപ്പ, വാപ്പ, അങ്ങനെയൊക്കെ ഓരോ പേരുകളാണ്. നമ്മളിവിടെ അത്ത എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ അത്താനെ വിളിക്കാനായിട്ട് താത്തയും അളിയനും അനിയനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇവിടെ എത്താനായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡും കൂടെ നമ്മൾ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡലി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ദോശ വേണ്ടവർക്ക് ദോശ. നല്ല റോസ്റ്റിൻ്റെ ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുത്ത് സാമ്പാറും ഉണ്ട്, ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ പിന്നെ ഏത് വേണമെങ്കിലും കഴിക്കാമല്ലോ. ഇഡലി വേണ്ടവർക്ക് ഇഡലി കഴിക്കാം, ദോശ വേണ്ടവർക്ക് ദോശ. അത്ത നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നെ കൊണ്ടാണ് ദോശ ചൂടാൻ പറയുക. കാരണം നല്ല തിന്നായിട്ട് നല്ല നൈസ് ദോശയുണ്ടല്ലോ, അതങ്ങോട്ട് ചുട്ട് കൊടുക്കട്ടോ. ദോശ ചുടുന്നതിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നാണ് പറയുക കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ അത്താൻ അധികം എടുത്ത് അങ്ങോട്ട് കാണിക്കുന്നില്ല. കാരണം ആൾക്ക് അത്ര ഇഷ്ടമല്ല. എന്നെ വീഡിയോയിൽ കാണിക്കണമെങ്കിൽ എൻ്റെ സമ്മതമാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൾ പൂർണ്ണ സമ്മതം തെറ്റ്. അപ്പം നമുക്ക് അങ്ങോട്ട് വീഡിയോ ഇടാം കേട്ടോ. അങ്ങനെ അവരൊക്കെ എത്തി കേട്ടോ. ആ ഒരു തിരക്കിൽ ഞാൻ ഫോൺ അവിടെ വെച്ചു. അപ്പോഴാണ് അനിയന് കൊണ്ടുവന്ന ഐഫോൺ കണ്ട് ഞാൻ നെറ്റ് ചെയ്ത് കേട്ടോ. 16 Pro Max. അപ്പോൾ ആദ്യം തന്നെ അത് ഉദ്ഘാടനം ചെയ്തത് ഉമ്മയാണ്. ഞാനവിടെ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ കൈ കൊണ്ടാണ് അത് ഓണാക്കാനൊക്കെ പറഞ്ഞിട്ട് ഓണാക്കിയത് കേട്ടോ. അങ്ങനെ അവർ വരുന്ന വഴിക്കുണ്ടല്ലോ വടക്കഞ്ചേരിയിൽ നിന്ന് ചിപ്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചിപ്സ് നല്ല ടേസ്റ്റാണ്. ചക്കവത്തലും വാഴക്ക ചിപ്സും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ചൂടോടെ തന്നെ കിട്ടിയപ്പോൾ അങ്ങോട്ട് വേഗം കഴിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉമ്മാൻ്റെ കല്യാണത്തട്ട എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലമായിട്ടോ. പക്ഷെ ആ തട്ടത്തിന് ഒരു കേടുപാടും ഇല്ല കേട്ടോ. സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പം അത് പുറപ്പെടാൻ കാരണം എൻ്റെ അനിയത്തിൻ്റെ ചെറിയ ആളുണ്ടല്ലോ, അവൾക്ക് ഈ തട്ടം കാണാലും അത് കുത്തലും ഒപ്പന കളിക്കലൊക്കെ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് പുറത്തെടുത്തിട്ടാണ്. എന്നിട്ട് അമ്മനോട് പറയേണ്ടത് എടുത്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കുന്നത്. അതിലൊരു തുള വീഴുകയോ കേട് വരികയോ ഒന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിനങ്ങ് കണ്ടപ്പോൾ എനിക്കൊരു തട്ടമൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു തോന്നൽ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങനെ ഇട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഉമ്മ അടുക്കളയിൽ ബീഫ് റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ബീഫ് വരട്ടിയതും അതുപോലെ തന്നെ പുളിയവരക്കറി ഉണ്ടല്ലോ അതും മുരിങ്ങക്കായ ഉപ്പേരിയും മത്തി വറുത്തതൊക്കെയാണ് കേട്ടോ. ഈ പുളിയവരക്കറി ഉണ്ടല്ലോ അത് അത്ത പറഞ്ഞുണ്ടാക്കിച്ചാണ് കേട്ടോ. ഇനി അത്ത ലീവ് കഴിഞ്ഞ് പോണ വരെയും ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ പറയും. പുളിയവര, മുതിര, വെള്ളപ്പയർ, അങ്ങനെ ഓരോ കറികളുണ്ട്. ഈ ചിക്കനും മീനും മട്ടനും ബീഫും ഒക്കെ നമുക്ക് ഗൾഫിൽ പോയാലും കിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഗൾഫിൽ നിന്ന് കിട്ടൂല. അത് നമ്മൾ നാട്ടിൽ തന്നെ വന്ന് കഴിച്ച് പൂതി തീർക്കണം കേട്ടോ. അതുപോലെ മാങ്ങി, ചക്കി, ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് ഈ ഒരു നൊങ്ക്. നമ്മളിവിടെ തന്നെ നൊങ്ക് എന്നാണ് കേട്ടോ പറയാറ്. ഓരോ ഭാഗത്ത് ഓരോ പേരാണ്. ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് കേട്ടോ. ഇതിൻ്റെ തോലുണ്ടല്ലോ, നമ്മൾ ഈ ചൂട് കുരുവൊക്കെ വരുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തോലെടുത്തിട്ട് ഇങ്ങനെ ഒരതി കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോവും. ഇത് നമ്മൾ ഷെയ്ക്ക് അടിച്ചിട്ടും കുടിക്കാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഇളമ്പാണ് കേട്ടോ കഴിക്കേണ്ടത്. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ഇളമ്പ് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അതുപോലെ അതിൻ്റെ തോല് കളഞ്ഞിട്ടും കഴിക്കും. എനിക്കാണെങ്കിൽ ആ തോലോടെ കഴിക്കാനാണ് ഇഷ്ടം. ചെറിയൊരു ചമർപ്പുണ്ടാകും തോലിൽ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഫുഡ് കഴിക്കലും ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പെട്ടി പൊട്ടിക്കലാണ് കേട്ടോ. എൻ്റെയും കുട്ടികളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യമാണ് ആ പെട്ടി പൊട്ടിക്കൽ കേട്ടോ.
പെട്ടികളുടെ ഉള്ളത്തെ സാധനങ്ങൾക്കായിട്ട് എക്സൈറ്റ്മെൻ്റ് അടിച്ചിട്ടാണ് ഞാനും കുട്ടികളും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളാണ്. ഇനിയിപ്പോൾ പെട്ടി പൊട്ടിക്കുക, അവരവരുടെ സാധനങ്ങൾ വാങ്ങുക, അതാണ് കേട്ടോ അടുത്ത ലക്ഷ്യം. ഇതാ കുട്ടികളൊക്കെ ഓരോ ഭാഗത്ത് സൈലൻ്റ് ആയിട്ട് അവരിനെ ഇരുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അവർ വൈലൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിനോട് ക്ഷമയോടെ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെട്ടി പൊട്ടിക്കലോടെ ആ ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടോ. ഇതിനെ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, ഒന്നിച്ചായിട്ട് അപ്ലോഡ് ചെയ്യുന്നു. ചെറുതായി എടുത്ത് വെച്ചേലേ. ഇത് പിറ്റത്തെ ദിവസം രാവിലെ ഞങ്ങൾ നാഷ്ടയൊക്കെ ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് അത്തയും ഞാനും താത്തി അനിയത്തി ഒക്കെ കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. രാവിലെ 10 മണിയായപ്പോൾ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് കരിമ്പ് ജ്യൂസ് കണ്ടു കേട്ടോ. കരിമ്പ് ജ്യൂസ് കണ്ടാൽ പിന്നെ ഞങ്ങൾ വിടൂല. കരിമ്പ് ജ്യൂസ്, നൊങ്ക്, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഞങ്ങൾ വിടൂല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ജ്യൂസ് വാങ്ങിയിട്ടാണ് വന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇനി അടുത്ത പരിപാടി അത്താൻ്റെ നെയ്ച്ചോറും ഉമ്മാൻ്റെ കായ്ച്ചാറും ചില്ലി പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത്ത ഗൾഫിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുക്ക് ചെയ്യും കേട്ടോ. എന്ത് സംഭവവും അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് അത്താൻ്റെ വക ഞങ്ങൾക്ക് നെയ്ച്ചോറാണ്, ഉമ്മാൻ്റെ വക പാലക്കാടൻ കായ്ച്ചാറാണ് കേട്ടോ. അടിപൊളിയായിട്ട് കായ്ച്ചാറുണ്ടാക്കും. ഞങ്ങൾക്ക് ഇന്ന് റെസ്റ്റാണ് കേട്ടോ അടുക്കളയിൽ. അത്തയും ഉമ്മയാണ് ഇന്ന് കുക്കിംഗ് മൊത്തം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നേർപ്പകുതി മതിയാ? എത്ര മതിയാ? ഈ എണ്ണ ഇതിലേക്ക് ഒഴിക്കേ. അത് പോരല്ലോ അണ്ടിപ്പ്. എത്ര ഒഴിക്കണം? എനിക്കൊരളവാണ്, നിങ്ങൾക്കൊരളവാണ്. അല്ല ലാസ്റ്റ് ചോറായിട്ടാ മേലെ കൂടെ ഒഴിക്കാൻ നെയ്യ്. എണ്ണ ചൂടായോ എന്നാ? ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കറാമ്പു, സബോള. വളരെ കനം കുറച്ച് വേണം ക്യാരറ്റ് അരിയാൻ. ഇതാ സ്പീഡ്. നമ്മൾ പോലും ഇത്ര നൈസായിട്ട് വരുമോ ഉപ്പേരിക്ക്? അങ്ങ് തുഫായിൽ നിന്ന് പഠിച്ചിട്ട് വന്നാണ്. സവാള ഗിരിഗിരി. അപ്പൊ നമ്മൾ സവാള ഇട്ടു, ക്യാരറ്റ് ഇട്ടു, പുതിന ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നാരങ്ങ കിട്ടും. നാരങ്ങ ഉരുട്ടണ്ടേ? ഒരുപാട് ചൂടായ വെള്ളമാണ്. ഇതിലൊരു പാത്രം തികച്ചില്ല, അരപ്പാത്രം വെള്ളം. ഇനി എത്ര വേണ്ടേ? ഇതിങ്ങനെ വെള്ളം എന്തിനാ തിളപ്പിക്കാൻ വെക്കണേ? ഇത് മറ്റേ ദമ്മിടാൻ. അല്ല, ഈ വെള്ളം, ആ വെള്ളം ചൂടുണ്ടല്ലോ, അപ്പൊ ചോറ്റിന്റെ വെള്ളം കമ്മിയാണെങ്കിൽ ആ വെള്ളം എടുത്തൊഴിക്കാം. അതിന് നെയ്ച്ചോറുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ദാഹം, നല്ലപോലെ ചൂടുണ്ട്. അപ്പോൾ ഒരു ഇളനീര് അങ്ങോട്ട് പൊട്ടിച്ചു കുടിച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ആ ഇളനീരിൻ്റെ കാമ്പും കഴിച്ചു കേട്ടോ. അനിയത്തിയാണ് പൊട്ടിച്ചു കൊണ്ടുവന്ന് തരുന്നത്. ഞങ്ങളെല്ലാവരും ഇരുന്ന് അത് കുടിക്കുന്നുണ്ട്. നമ്മൾ അരി കൊട്ടി ഉപ്പിട്ടാ അമ്മമാരെ കാഴ്ചാറ് താളിക്കണം. ിടുന്ന ഒരു മണമാണ്.
ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അങ്ങനെ ചോദിച്ചു കൂടിയാ ഓവറായ മട്ടിക്ക് ഇളക്കട്ടെ ഇളക്കല്ലേ ഇളക്കല്ലേ. അവസാനം അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇല, സവാള ഗാർണിഷ് ചെയ്ത് നമ്മൾ ദമ്മിടും. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടേ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ അനിയനാണ് കേട്ടോ എടുത്തത്. അവൻ്റെ ഐഫോണിൽ എടുത്തു തരാൻ പറഞ്ഞിട്ട് എടുത്താണ്. പക്ഷേ വീഡിയോ ലാസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ വീഡിയോ ഇല്ല, അത് ഡിലീറ്റ് ആയിപ്പോയി എന്തൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എന്നാണ് പറഞ്ഞത്. അതെപ്പോഴും അങ്ങനെയാണ്, അവനോട് എന്ത് പണി ഏൽപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫിനിഷിംഗ് അല്ലാത്ത വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.